ഹാർമോണിസ്റ്റ് മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥാകാരി കമലാക്ഷിയമ്മയുടെയും പുത്രനായ ഈ സംഗീത പ്രതിഭ 2 തവണ ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. 2016 സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരവും നേടിയിട്ടുണ്ട്. ഓപ്ഷൻ എ എം ജയചന്ദ്രൻ, ബി രഘുകുമാർ, സി എം ജി ശ്രീകുമാർ, ഡി കണ്ണൂർ രാജൻ. ആൻസർ എം ജി ശ്രീകുമാർ. മലബാർ ഗോപാലൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് എം ജി. സംഗീത പ്രതിഭകളായ ഡോക്ടർ ഓമനക്കുട്ടി, എം ജി രാധാകൃഷ്ണൻ എന്നിവർ സഹോദരങ്ങളാണ്. മേടയിൽ കുടുംബാംഗമായ ഇദ്ദേഹം 3 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. ആറോളം ചിത്രങ്ങളിൽ സ്വന്തം പേരിൽ അഭിനയിച്ച മോഹൻലാൽ 1984 സോമൻ അമ്പാട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ മമ്മൂട്ടി എന്ന കഥാപാത്രമായി അഭിനയിച്ചു. സിനിമയുടെ പേരെന്ത്? ഓപ്ഷൻ എ ഊതിക്കാച്ചിയ പൊന്നെ, ബി മനസ്സറിയാതെ, സി അവിടുത്തെ പോലെ ഇവിടെയും, ഡി എന്തിനോ പൂക്കുന്ന പൂക്കൾ. ആൻസർ മനസ്സറിയാതെ. 1981 ഊതിക്കാച്ചിയ പൊന്നെ മുതൽ 50ഓളം സിനിമകളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ചിട്ടുണ്ട്. ഇരുവരും ചേർന്ന് കാസിനോ എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി നടത്തിയിരുന്നു. ആരാണപരാധി എന്ന നാടകത്തിൽ ജമീല എന്ന സ്ത്രീയുടെ വേഷം കെട്ടിയാണ് ആദ്യമായി ഇദ്ദേഹം നാടകത്തിൽ അഭിനയിക്കുന്നത്. 1956 രാരിച്ചൻ എന്ന പൗരനിലൂടെ സിനിമയിലെത്തിയ ഇദ്ദേഹം ആദ്യകാലത്ത് സ്നേഹജാൻ എന്ന പേരിലാണ് സിനിമയിൽ അറിയപ്പെട്ടത്. ഓപ്ഷൻ എ കെ പി ഉമ്മർ, ബി പ്രേംനസീർ, സി ബാലൻ കെ നായർ, ഡി സത്യൻ. ആൻസർ കെ പി ഉമ്മർ. പ്രസിദ്ധ ഫുട്ബോൾ കളിക്കാരൻ ഒളിമ്പ്യൻ റഹ്മാന്റെ അനന്തരവനായ കച്ചിനാം തൊടുകയിൽ പുരയിൽ ഉമ്മർ KPSCയിലെ പ്രധാന നാടക നടൻ ആയിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിരസിച്ച ആദ്യ നടനാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഇദ്ദേഹം മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. വില്ലൻ വേഷങ്ങളിലും പോലീസ് വേഷങ്ങളിലും നന്നായി തിളങ്ങുന്ന ഈ നടൻ സൗദി വെള്ളക്ക എന്ന സിനിമയിൽ സത്താറായി തകർത്തഭിനയിച്ചു. മുൻ മുഖ്യമന്ത്രി EMSന്റെ കൊച്ചുമകൻ കൂടിയാണ്. ഓപ്ഷൻ എ ശ്രീനാഥ് ബാസി, ബി മാധവ് രാംദാസ്, സി ശ്രീകാന്ത് മുരളി, ഡി സുജിത് ശങ്കർ. ആൻസർ സുജിത് ശങ്കർ. കാവാലം നാരായണ പണിക്കരുടെ ശിഷ്യനായ സുജിത് ശങ്കറിൻ്റെ ആദ്യ ചിത്രം ഞാൻ സ്റ്റീവ് ലോപ്പസ് ആണ്. യുനെസ്കോ ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും പേരിനോട് കടപ്പാടുള്ള ഒരു പേരിലാണ് സിനിമയിൽ ഇദ്ദേഹം അറിയപ്പെടുന്നത്. നാടകാഭിനേതാവായിരിക്കെ ഒരു ബൈക്ക് അപകടത്തിൽ വെച്ച് 3 വർഷം കിടപ്പിലായിരുന്നു. കാല് മുറിച്ച് കളയേണ്ട അവസ്ഥയിൽ നിന്നും നിശ്ചയദാർഢ്യം കൊണ്ട് തിരിച്ചു വന്ന ഈ നടൻ തമിഴ് നടൻ ത്യാഗരാജൻ്റെ മരുമകനാണ്. കണ്ണൂർക്കാരി ശൈലജയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓപ്ഷൻ എ വിജയ് ചന്ദ്രശേഖർ, ബി ചിയാൻ വിക്രം, സി സൂര്യ ശിവകുമാർ, ഡി അജിത് കുമാർ. ആൻസർ ചിയാൻ വിക്രം. കെന്നഡി ജോൺ വിക്ടർ എന്നാണ് വിക്രമിൻ്റെ യഥാർത്ഥ പേര്. ആദ്യകാലത്ത് കെന്നി എന്നറിയപ്പെട്ട ഇദ്ദേഹം വിക്ടർ, കെന്നഡി എന്നിവയും അമ്മ രാജേശ്വരിയുടെ പേരും രാശി ചിഹ്നവും ചേർത്താണ് വിക്രം എന്ന പേര് സ്വീകരിച്ചത്. കരിയർ ബ്രേക്കായ സേതു എന്ന സിനിമയിലെ കഥാപാത്രമാണ് ചിയാൻ. കണ്ണൂർ ജില്ലയിലെ മയ്യിൽ എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹം ഊട്ടിയിലാണ് വിദ്യാഭ്യാസം ചെയ്തത്. അഭിനയത്തിൽ തൽപരനായി നവാബ് രാജമാണിക്യത്തിൻ്റെ ട്രൂപ്പിൽ ചേർന്നു. 1935 ഭക്ത രാംദാസ് എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് 60 വർഷത്തോളം തമിഴ്, മലയാളം, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളിലായി
400ഓളം ചിത്രങ്ങളിൽ പല വേഷങ്ങൾ തകർത്തഭിനയിച്ചു. ഓപ്ഷൻ എ MGR, ബി നാസർ, സി MN നമ്പ്യാർ, ഡി ജോസ് പ്രകാശ്. ആൻസർ MN നമ്പ്യാർ. മഞ്ഞേരി നാരായണൻ നമ്പ്യാർ എന്ന MN നമ്പ്യാർ MGR, ജമിനി ഗണേശൻ, ശിവാജി ഗണേശൻ എന്നിവരോടൊപ്പം മികച്ച പ്രകടനം നടത്തി ഉത്തമ വില്ലൻ എന്ന പേര് സമ്പാദിച്ചു. തികഞ്ഞ അയ്യപ്പ ഭക്തനായിരുന്ന ഇദ്ദേഹം 1950കളിൽ ശബരിമലയിലേക്ക് വിപുലമായ രീതിയിൽ തീർത്ഥാടക സംഘത്തെ നയിച്ചിരുന്നു. മഹാഗുരുസ്വാമി, നമ്പ്യാർ ഗുരുസ്വാമി എന്നിങ്ങനെ അറിയപ്പെട്ടു. സ്വന്തം പേരിനോട് അത്ര മമത തോന്നാതിരുന്ന ഇദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ വിഖ്യാത നടൻ ഒമർ ഷെരീഫിൻ്റെ പേരാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത്. സിനിമയിലെത്തിയ ആദ്യകാലത്ത് സച്ചിൻ എന്ന പേര് സ്വീകരിച്ചിരുന്നു. ഒരു മികച്ച വോളിബോൾ കളിക്കാരൻ കൂടിയായിരുന്ന ഇദ്ദേഹം കാഴ്ചപ്പാട് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ഓപ്ഷൻ എ പ്രേംനസീർ, ബി ജയൻ, സി മമ്മൂട്ടി, ഡി ജോസ് പ്രകാശ്. ആൻസർ മമ്മൂട്ടി. 1951 ആലപ്പുഴയിലെ ചന്ദരൂർ ഗ്രാമത്തിൽ ജനിച്ച മുഹമ്മദ് കുട്ടി PI എന്ന മമ്മൂട്ടി കോട്ടയം ജില്ലയിലെ ചെമ്പ് എന്ന സ്ഥലത്താണ് വളർന്നത്. ചമയങ്ങളില്ലാതെ എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഭരതനാട്യം ലെജൻഡ് പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യയായ ഇവർ ലളിത പത്മിനി രാഗിണിമാരുടെ സഹോദര പുത്രിയാണ്. മംഗളനായകി എന്ന തമിഴ് ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ചു. മദിരാശിയിൽ കലാർപ്പണ എന്ന നൃത്ത വിദ്യാലയം സ്ഥാപിച്ചു. തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓപ്ഷൻ എ ശോഭന, ബി ശ്രീവിദ്യ, സി KR വിജയ, ഡി രമ്യ കൃഷ്ണൻ. ആൻസർ ശോഭന. ഏപ്രിൽ 18 എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ ശോഭന ചന്ദ്രകുമാർ പിള്ള 2 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പത്മശ്രീയും നേടിയിട്ടുണ്ട്. സ്കൂൾ മാസ്റ്റർ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം. കൊച്ചിയിലെ ആദ്യ ജനകീയ മന്ത്രി അമ്പാട്ട് ശിവരാമ മേനോൻ്റെ പൗത്രിയും പ്രശസ്ത മജീഷ്യൻ പ്രൊഫസർ K ഭാഗ്യനാഥിൻ്റെ മകളുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ അമ്പാട്ട് സുലോചനയാണ് മാതാവ്. മികച്ച ഛായാഗ്രാഹകനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയ മധു അമ്പാട്ടിൻ്റെ സഹോദരിയാണ്. ഓപ്ഷൻ എ ജയഭാരതി, ബി ശ്രീവിദ്യ, സി KR വിജയ, ഡി വിധുബാല. ആൻസർ വിധുബാല. 1981 അഭിനയം എന്ന സിനിമയോടെ സിനിമാഭിനയം നിർത്തിയ വിധുബാല കഥയില്ലിത് ജീവിതം എന്ന ടെലിവിഷൻ പരിപാടിയുടെ അവതാരകയായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ വീണ്ടും എത്തുന്നത്. അധ്യാപകനായും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനായും ജോലി ചെയ്ത ഇദ്ദേഹം 2ാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്നു. വൈസ്രോയിയുടെ കമ്മീഷൻഡ് ഓഫീസർമാരിൽ ഒരാളായും പ്രവർത്തിച്ചു. തിരിച്ചുവന്ന് പോലീസിൽ ചേർന്ന ഇദ്ദേഹം പുന്നപ്ര വയലാർ സമരസമയത്ത് ആലപ്പുഴയിൽ ഇൻസ്പെക്ടർ ആയിരുന്നു. പിന്നീട് സിനിമയിലെത്തിയ ഇദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ജയൻ, ബി സത്യൻ, സി ജോസ് പ്രകാശ്, ഡി PJ ആൻ്റണി. ആൻസർ സത്യൻ. മാനുവൽ സത്യനേശൻ നാടാർ എന്നാണ് പൂർണ്ണനാമം. മികച്ച നടനുള്ള ആദ്യ സംസ്ഥാന അവാർഡ് നേടിയത് ഇദ്ദേഹമാണ്. 1968 ഉദയ നിർമ്മിച്ച പുന്നപ്ര വയലാർ എന്ന സിനിമയിൽ പശ്ചാത്താപം കാരണം അദ്ദേഹം അഭിനയിച്ചില്ല.